ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് രാവിലെ നെയ്ച്ചു കിട്ടും. അമ്മയ്ക്ക് അത്ഭുതമാണ്, പക്ഷേ ഞാൻ എന്തിനാണ് നെയ്ച്ചതെന്ന് പറയാം. എനിക്ക് ഇന്ന് സോഷ്യൽ സയൻസിൻ്റെ എക്സാമാണ്. അപ്പോൾ ഗൈസ്, ഇവിടെ നല്ല തണുപ്പാണ്. അതുകൊണ്ട് എനിക്ക് ചെറിയ ചുമയൊക്കെ ഉണ്ട്, സൗണ്ടിലൊക്കെ വ്യത്യാസം ഉണ്ടാവും, ചെറിയ ചുമയുണ്ട്. പിന്നെ ഇന്ന് രാവിലെ നെയ്ച്ചത് എന്തിനാന്ന് വെച്ചാൽ ഇന്ന് സോഷ്യൽ സയൻസിൻ്റെ എക്സാമാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് ടഫുള്ളൊരു എക്സാമായിട്ടാണ് സോഷ്യൽ സയൻസ്. അപ്പോൾ രാവിലെ നെയ്ച്ച് പഠിച്ച് ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. എന്നാലുള്ള സന്തോഷം എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ടൊക്കെ ക്രിസ്മസ് ആഘോഷമാണ് ഗൈസ്. സ്കൂളിൽ ബിരിയാണി ഉണ്ട്, പിന്നെ കേക്ക് ഉണ്ട്, ഒക്കെ ഉണ്ട്. എനിക്ക് ചുമയാണ്, ഞാൻ സാധാരണ അങ്ങനെയൊന്നും കഴിക്കാത്തതാണ് ചുമയാവും. പക്ഷെ സ്കൂളിൽ അങ്ങനെ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്ക് കളർ ഡ്രസ്സൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ എൻ്റെ ചുവപ്പും ഇടാം, വൈറ്റും ഇടാം, അതിലേതെങ്കിലും ഒന്നുമില്ല. എൻ്റെ അടുത്തുള്ളത് വൈറ്റാണ്. അപ്പോൾ ഞാൻ വൈറ്റ് കളർ ഡ്രസ്സാണ് ഇടുന്നത്. ഇപ്പോൾ ആ തണുപ്പിൻ്റെ മന്ദപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് മേക്കപ്പും ഡ്രസ്സും ഒക്കെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ആഘോഷത്തിൽ ഇൻക്ലൂഡ് ആയത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളെ JRC കുട്ടികളുടെ പരേഡ് ഉണ്ട്, പിന്നെ നമ്മളെ ക്രിസ്മസ് ഡാൻസ് ഉണ്ട്, പിന്നെ കേക്ക് കട്ടിങ് ഉണ്ട്. പിന്നെ ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സാധനം, പ്രത്യേകതയുള്ള സാധനമാണ് ബിരിയാണി, ചിക്കൻ ബിരിയാണി ഗൈസ്. അതാണ് ഞങ്ങളുടെ സ്കൂളത്തെ ഏറ്റവും വലിയ ഒരു ഇത് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എനിക്കിനി മേക്കപ്പ് ഇടാനും ഇതൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഡ്രസ്സ് കേട്ടോ. ഇനി നമുക്ക് മേക്കപ്പിലേക്ക് പോയാൽ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇതാണ് എൻ്റെ ഇയറിങ്സ് കേട്ടോ. എനിക്ക് അമ്മു ചേച്ചി മേടിച്ചതാണ്. അപ്പോൾ മാച്ച് അല്ലേ, വെള്ള മാച്ചല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇതാട്ടോ ഇടുന്ന ഇയറിംഗ് ആയിട്ട്. ഇതാണ് കേട്ടോ എൻ്റെ മാല. ഇതും അമ്മു ചേച്ചി മേടിച്ചതാണ്. എനിക്ക് ചേച്ചി മേടിച്ചെന്ന കുറേ സാധനങ്ങൾ കേട്ടോ എൻ്റെ അടുത്ത്. ഇതാ കുറേ കാലമായിട്ട് അത് ഇട്ടിട്ട് ഒരു സ്പെഷ്യൽ വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇതിടാം അല്ലേ. നോക്കൂ, നല്ല രസമുണ്ട്. ഇനി നമുക്ക് ഫുൾ മേക്കപ്പ് കഴിഞ്ഞിട്ട് കാണാം അല്ലേ. ബൈ ബൈ. അപ്പൊ ഗായ്സ്, ഇതാണ് എൻ്റെ ഫോട്ടോ. ഞാൻ ബാക്കിൽ വെക്കാൻ പോകുന്നതാണ്. പപ്പ മേടിച്ച് തന്നതാണ്. ഇതിങ്ങനെ വെക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. കാണിച്ചു തരുക. പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അപ്പൊ ഗായ്സ്, ഇതാണ് ഗായ്സ് എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ ബോൾ. പിന്നെതാ എങ്ങനെയുണ്ട് ഗായ്സ് എൻ്റെ ഫൈനൽ ലുക്ക്? നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യണേ. ബൈ ബൈ. പിന്നെ ഇന്നത്തെയും പോലെ മാൾട്ടീൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സെറ്റാക്കിട്ടോ. ഇനി നമുക്ക് നമ്മൾ കുഞ്ഞുട്ടനെ പറഞ്ഞേക്കാം അല്ലേ. ഗൈസ്, അപ്പം ഇന്ന് അപ്പൂസിൻ്റെ അംഗൻവാടിയിലും പരിപാടി ഉണ്ട് കേട്ടോ. ഇതാ അപ്പൂസ് സെറ്റായി റെഡി ആയിരിക്കുന്നു. അപ്പൂസ് കാണിച്ചു കൊടുത്താ. അപ്പൂസിന് ഇങ്ങനെ സെറ്റായിട്ടുള്ള കുപ്പായാണ് കേട്ടോ വാങ്ങിയത്. ഇതിന് തൊപ്പിയുണ്ട്, അതുപോലെ ഡ്രസ്സ്, പാൻറ്, അതേപോലെ ചെറിയൊരു ബാഗ് കേട്ടോ. ബാഗ് കാണിച്ചു കൊടുത്താൽ ഇതാ ചെറിയൊരു ബാഗ്. നല്ല സെറ്റാണ് കേട്ടത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു രസമല്ലേ അല്ലേ. അപ്പൂസിൻ്റെ അംഗൻവാടിയിൽ ഇന്ന് തന്നെ ഉണ്ടോ പ്രോഗ്രാം അല്ലേ. അപ്പൂസിൻ്റെ അംഗൻവാടിയിൽ എന്തൊക്കെ ഉണ്ട് പറഞ്ഞു കൊടുത്താ. കേക്ക് ഉണ്ട്, പിന്നെ എന്തുണ്ട്, മാമുണ്ട്, കേക്ക് ഉണ്ട്, മാമുണ്ട്, മിഠായി ഉണ്ട് അല്ലേ. ഒക്കെ ഉണ്ട്. ഒന്ന് മിഠായി ഉണ്ട്, കേക്ക് ഉണ്ട്, മാമുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ. അപ്പോൾ അപ്പൂസ് അങ്ങനെ പോകാൻ സെറ്റായിട്ടോ. അപ്പോൾ മാളും ഇപ്പോൾ പോയതിന് ശേഷം ഇപ്പം ഞാൻ അപ്പൂസിനെ സെറ്റാക്കിയിട്ട് അപ്പൂസിനെ കൊണ്ടേക്കാൻ പോവാണ് കേട്ടോ. അപ്പൂസിനെ ഹായ് പറഞ്ഞ കുട്ടിയുടെ ചെരുപ്പ് എവിടെ? പോവല്ല, അങ്കൽവാടി പോവാ. ചെരുപ്പ് എവിടെ? ചെരുപ്പിടൂ. പോവാ അതിലല്ല, ഇതാ വണ്ടി കയറും. കാറ്റെടുത്താ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ അംഗൻവാടി എന്ന് പറയുന്നത്. അതായത് ഞങ്ങളുടെ ശരിക്കുള്ള അംഗൻവാടി ഞങ്ങൾ തൊട്ടടുത്താണ്, പക്ഷെ അതിൻ്റെ പണി നടക്കുകൊണ്ട് ഇപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് അംഗൻവാടി ആക്കിയതാണ്. അപ്പോൾ ഈ വരുന്നതാണ് അംഗൻവാടിയിലെ ടീച്ചർ, ഗീത ടീച്ചർ. ഇതാണ് അപ്പൂസിൻ്റെ ടീച്ചർ കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി കേട്ടോ. അപ്പോൾ കുറച്ച് കുട്ടികൾ വന്നിരുന്നു. അപ്പോൾ ആ കുട്ടികളെ വെച്ചിട്ട് ചെറിയൊരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ കൂടെ പിടിക്കും. ആയിട്ടില്ല, ഇവിടെ ഇരിക്കും. ഒരു പഠിച്ച പോകാൻ നോക്കി ഇന്നെ വെച്ചാൽ വേറെടുത്താണേ.
അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോഴേക്ക് എല്ലാവരും വന്നു കേട്ടോ, രക്ഷിതാക്കളും കുട്ടികളും എല്ലാവരും എത്തിയിട്ടോ. പിന്നെ ക്രിസ്മസ് പപ്പ എത്തി, അതായത് സ്കൂളിൽ പരിപാടി ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് ശേഷമാണ് അവൻ എത്തിയത് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് വൈകിയിരുന്നു. അപ്പോൾ അതിന് വേണ്ടി അത്രയും നേരം കാത്തുന്നത്. അപ്പോൾ എല്ലാം സെറ്റായി, കേക്കൊക്കെ വന്ന് റെഡിയായി. ഇനി എല്ലാവരും കൂടി ആഘോഷം തുടങ്ങുകയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തൊരു സന്തോഷമാണെന്ന് അറിയാം. കാരണം എന്താ പറയുക, ഈ ചെറിയ കുട്ടികൾ ഇതുപോലെ വേഷം കെട്ടി വരുമ്പോൾ കാണാൻ നല്ല രസമല്ലേ. ഓക്കെ, നീ ഫോട്ടോ എടുത്തില്ലേ? നീ മുറിക്കവാ രാജേഷ്. ഓരോ പാത്രത്തിൽ നിന്ന് ഇതാക്കിയിടോ, ഇതിലാക്കിയിടോ. കൊടുത്താൽ ചെയ്യുന്നില്ലേ ഓരോ പീസ്. ക്രിസ്മസ് പപ്പയ്ക്ക് കുറച്ച് മടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിടിച്ച പിടിയല്ല അവൻ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടോ. പിന്നെ എല്ലാവരും കൂടിയും കേക്ക് കഴിക്കേണ്ട തിരക്കിലാണ് കേട്ടോ. അപ്പൂസ് കേക്ക് കഴിക്കേണ്ട തിരക്കിലാണ്. അതുപോലെ രക്ഷിതാക്കൾക്ക് എല്ലാവർക്കും ഓരോ പീസ് കൊടുത്തു. അപ്പോൾ എല്ലാവരും നല്ല തിരക്കിലായി. കുറച്ച് നേരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചതിന് ശേഷം കുട്ടികളുടെ എല്ലാവരും കൂടി സെറ്റായിട്ടുള്ളൊരു ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു. ആദ്യം വന്ന കുട്ടികൾ കുറച്ച് കുട്ടികളുണ്ടാകുമ്പോൾ ചെറിയ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പോൾ ഒരാൾ ഇതിലേ പോരുമ്പോൾ ഒരാൾ അതിലേ പോകും. അപ്പോൾ എല്ലാത്തിനെയും കൂടി ഒന്ന് ഒപ്പിച്ച് സെറ്റാക്കിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അതായത് ഒരു എന്താ പറയുക, ചോപ്പിൻ്റെ ഒരു മയം അല്ലേ, കാണുമ്പോൾ തന്നെ നല്ല കണ്ണിനൊരു കുളിർമ, കാണുമ്പോൾ രസം, കുട്ടികളല്ലേ കാണുമ്പോൾ ഒരു പ്രത്യേക രസവും ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഈ ആഘോഷം തന്നെ ഒരു രസമായിരുന്നു കേട്ടോ. അപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോകാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞങ്ങളെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും ചെയ്യണം കേട്ടോ.